നമസ്കാരം. മദ്യനയ കേസിലും ഡൽഹി ജൽ ബോർഡ് അഴിമതി കേസിലും അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനുള്ള നീക്കത്തിലാണ് ഇ ഡി. സുപ്രീംകോടതിയിൽ ഹർജി നിലനിൽക്കെ BRS നേതാവ് കെ കവിതയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. മുഖ്യമന്ത്രിയായിരിക്കെ ഇ ഡി അറസ്റ്റ് ചെയ്ത ഷിബു സോറൻ ഇപ്പോൾ ജയിലിലാണ്. 2 ആപ്പ് മന്ത്രിമാർ ഏതാണ്ട് 1-2 കൊല്ലമായി ജയിലിൽ കഴിയും. രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യം മുഴുവൻ അപകീർത്തി കേസ് കൊടുക്കാനുള്ള ശ്രമമാണ്. കേസിൽ കുടുക്കി ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കാനോ BJPയുടെ ശ്രമം? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, ആം ആദ്മി പാർട്ടിയുടെ വക്താവ് ഷൈബു മഠത്തിൽ, BJP വക്താവ് P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ നവനീത് മുകുന്ദൻ എന്നിവർ. ആദ്യം നവനീതിലേക്ക്. നവനീത്, ഈ ഒരു 4 മടങ്ങെങ്കിലും കേസുകളുടെ കാര്യത്തിൽ എണ്ണം വർധന ഉണ്ടായിട്ടുണ്ട് ഈ 2024 ഇലക്ഷൻ അടുത്തോടുകൂടി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അത്ര ഭയക്കുന്നുണ്ടോ ഇന്ത്യ സഖ്യത്തെ BJP? നവനീത് കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ നവനീതിലേക്ക് വരാം. റിജിൽ മാക്കുറ്റി ഉണ്ട് നമ്മളോടൊപ്പം. റിജിൽ, ഈ കേസുകൾ ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾക്കെതിരെ ഇങ്ങനെ വർധനവുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും ശ്രീ അജിംസെ, ഈ രാജ്യത്തെ ഭരണകൂടം പ്രതിപക്ഷത്തെ ഏതെല്ലാം തരത്തിൽ വേട്ടയാടാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഇതുവരെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ക്രൂരമായിട്ടുള്ള വേട്ടയാടലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ 2 ടേമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അഭിപ്രായം പറയുന്നവരെ, എതിരഭിപ്രായം പറയുന്നവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമല്ലാത്ത പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഇവരുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവാണ്. രാജ്യത്തിൻ്റെ പാർലമെൻറ്റകത്താണ് BJPയുടെ ഒരു MP ആയിട്ടുള്ള മീനാക്ഷി ലേഖി പ്രതിപക്ഷ ബെഞ്ചിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, സംസാരിച്ചാൽ ED വരും, ഞങ്ങൾക്കെതിരെ നിന്നാൽ ED വരുമെന്ന് പരസ്യമായി പറയുകയാണ്. അപ്പോൾ ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് ഇപ്പോൾ യുവമോർച്ച, അതോടെ മഹിളാ മോർച്ച എന്നൊക്കെ പറയുന്ന പോലെ ED മോർച്ചയാണ്, CBI മോർച്ചയാണ്. അങ്ങനെ BJPയുടെ ഒരു പോഷക സംഘടനകളായി ഈ അന്വേഷണ ഏജൻസികളെ മാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJP ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, സ്വാധീനിച്ച് കീഴ്പ്പെടുത്തുക, ജയിലിൽ പോകണമോ അല്ലെങ്കിൽ BJPയിൽ വരുന്നു എന്നുള്ളതാണ് ഇവരുടെ നയം. അപ്പോൾ ജയിലിൽ പോകാൻ തയ്യാറാവാത്തവർ സ്വാഭാവികമായിട്ടും കേസിനകത്ത് പെടുത്തി അവർ ജയിലിലടക്കും എന്ന് കാണിച്ച് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് തീർത്തും ഒരു തരത്തിലും അവരോട് കോംപ്രമൈസ് BJPയോട് ചെയ്യില്ല എന്നുള്ളവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു നയമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാജ്യത്ത് പ്രതിപക്ഷ സഖ്യം, ഇന്ത്യ സഖ്യം അതിശക്തമായി മുമ്പോട്ട് പോകുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രതിപക്ഷ ഐക്യം ഇന്ന് ആ ഒരു ജാഥയുടെ സമാപനത്തിൽ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, വലിയ രൂപത്തിലുള്ള ജനക്കൂട്ടം അതിനകത്ത് കടന്നു വരികയാണ്. അപ്പോൾ രാജ്യത്ത് ഇന്നലെ വരെ BJP പ്രതീക്ഷിച്ച അവരുടെ ആ ഒരു രാഷ്ട്രീയം ഇവിടെ ഏൽക്കാതെ വരുമ്പോൾ ഇപ്പോൾ കടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കുന്നു. ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നിശബ്ദമായ അടിയന്തരാവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ എല്ലാ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മുമ്പോട്ട് പോയാലും ഏത് തരത്തിൽ ഭീഷണിപ്പെടുത്തിയാലും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് BJPക്ക് കനത്ത രൂപത്തിലുള്ള തിരിച്ചടി കിട്ടുമെന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. ആ വെപ്രാളത്തിലും ആ വെറിപൂണ്ട ഇതുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിൽ എല്ലാ ജനാധിപത്യ മര്യാദകളെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് കാണിക്കേണ്ട ഒരു ബഹുമാനവുമില്ലാതെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് പോലും പൂട്ടിച്ചു എന്നുള്ളതാണ്. രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തി, സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ ഒരു പാർട്ടി, ഈ രാജ്യം 10-60 വർഷക്കാലം രാജ്യം ഭരിച്ചൊരു പാർട്ടി, ആ പാർട്ടി രാജ്യം ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ പാർട്ടിയുടെ അക്കൗണ്ട് പോലും സീസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പോലും ഇവിടെ പൂട്ടാനുള്ള നടപടിയെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ BJP ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് കോടാനുകൂടി കൈപ്പറ്റിക്കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി അത്ര ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സ്വാഭാവികം അത് പുറത്തു വരികയാണ്. ഇവരുടെ കള്ളപ്രചാര വേലകൾ, അല്ലെങ്കിൽ ഇവർ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്നവരാണ്, കള്ളപ്പണത്തിനെതിരായി ഞങ്ങൾ പോരാട്ടം നടത്തുന്നവരാണെന്നൊക്കെ പറയുന്നവരുടെ യഥാർത്ഥ മുഖം ഏതായാലും പുറത്തു വരാൻ പോവുകയാണ്. അങ്ങനെ
അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒരു അക്കൗണ്ട് പരിശോധനയുമില്ല. പക്ഷെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് ഇത് കാണിക്കുന്നത് കൃത്യമായ ജനാധിപത്യ വിരുദ്ധതയാണ്. അധികാരം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഈ സംവിധാനങ്ങളെയെല്ലാം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, ശ്രീ പി കൃഷ്ണദാസ്, നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ 2014 തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ജനുവരി മുതൽ ഇതുവരെയുള്ള മാസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ED, IT ഡിപ്പാർട്ട്മെൻറ്റ്, CBI ഇവിടെ കേസുകൾ പരിശോധിച്ചാൽ ഒരു 4 ഇരട്ടി വർധനമാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആകട്ടെ അവരെടുത്തുള്ള കേസുകളിൽ 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷത്തെയൊക്കെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കാം, ഇവരെയൊക്കെ ജയിലിലാക്കാം എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അല്ലല്ല, ഒരാൾ ജയിലിലാവണമോ ആവണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ആൾ തന്നെയാണ്. കേസിൽ പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ആളുകൾ തന്നെയാണ്. നമ്മുടെ ആളുകൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ നമ്മുടെ രാജ്യത്ത് ആ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ഒരു നടപടി ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പല്ലേ? സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന ഒരു നടപടിയല്ലേ? അജിംസ് എന്താ ഉദ്ദേശിച്ചത്? BJPയുടെ ചോദ്യം ചോദിക്കുമ്പോൾ BJP എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പൂട്ടപ്പെട്ടത്? 3 വർഷക്കാലം IT റിട്ടേൺ കൊടുക്കാതിരിക്കുക, IT റിട്ടേണിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുക, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും IT ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ നടപടികൾ സ്വീകരിക്കില്ലേ? അതറിയാത്തവരല്ലല്ലോ കോൺഗ്രസ്സുകാർ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് രാജ്യത്ത് IT നിയമങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തുക അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അത് നിഷേധിക്കുക, നിയമപരമായിട്ടുള്ള നടപടി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് പൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്? അവരുടെ അക്കൗണ്ടുകൾ കൃത്യമായി കണക്ക് കൊടുക്കാതെ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ നടപടി സ്വീകരിക്കാതെ, IT റിട്ടേൺ കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആ നടപടികൾക്ക് വിധേയമാണ്. രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയമാണ്. ഞങ്ങൾ നിയമങ്ങൾക്ക് അതീതമാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എന്തും ചെയ്തിരുന്ന പോലെ ഇനിയും ചെയ്യാം. ഞങ്ങൾക്ക് എന്ത് അഴിമതിയും കാണിക്കാം, ഞങ്ങൾക്ക് ഏത് കള്ളത്തട്ടിപ്പും കാണിക്കാം, ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആളുകളിൽ നിന്ന് എന്തും ചെയ്യാം. ആ തരത്തിലുള്ള ധാർഷ്ട്യം നമ്മുടെ ജനാധിപത്യത്തിന് ചേർന്നതാണോ? ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ സൂചിപ്പിക്കുന്നത്? ഓരോ കേസുകളും തർക്കിക്കുന്നില്ല, അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നില്ല. അല്ല, ഇവർക്ക് ഈ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള എല്ലാ കേസുകളിലും അതിന് മെറിറ്റ് ഉണ്ടോ എന്നൊന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട. ഞാൻ ഒരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. RJD നേതാവ് തേജസ്വി യാദവിന് ഇപ്പോഴത്തെ പ്രായം 34 വയസ്സാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം CBI ചോദ്യം ചെയ്യാൻ വിളിച്ചു. എന്താ കേസെന്നറിയോ? 2004 മുതൽ 2009 വരെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ജോലിക്ക് പകരം ഭൂമി കൈക്കൂലിയായി വാങ്ങിയെന്നാണ് കേസ്. തേജസ്വി യാദവിന് അന്ന് കൂടിപ്പോയാൽ ഏറ്റവും കൂടുതൽ എടുത്താൽ ഒരു 15 വയസ്സുണ്ടാവും. അദ്ദേഹം തേജസ്വി യാദവ് കേസിൽ പ്രതിയാണ്. ഇതൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അല്ല, എന്താ അജിംസ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അല്ല, ലാൻഡ് ഫോർ ജോബ് എന്ന് പറയുന്ന സ്കാം CBI അന്വേഷിക്കുകയാണ്. ആ കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത് തേജസ്വി യാദവിനെ. അതായത് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടിപ്പോയാൽ 2009 അദ്ദേഹത്തിന് വയസ്സ് 15 അജിംസെ, എനിക്കറിയില്ല അതിൻ്റെ വസ്തുതകൾ. ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതിലെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രതി ചേർക്കപ്പെടുന്നത്. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞാലേ ഒരാൾ കേസിൽ പെടൂ എന്നൊരു ധാരണ നമ്മുടെ രാജ്യത്തുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് ഏതെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, അത് താങ്കളിപ്പോൾ സൂചിപ്പിച്ച ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം വന്നിട്ടുണ്ടെങ്കിൽ, അതിന് ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയൂ. അങ്ങനെ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ, അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും, CBI ആണെങ്കിലും മറ്റേത് ഏജൻസി ആണെങ്കിലും, എത്രയോ വർഷങ്ങൾക്ക് ശേഷവും അഴിമതി നടന്നിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കാറുണ്ട്. അത് അഴിമതി ചൂണ്ടിക്കാണിക്കപ്പെടുകയോ തെളിയിക്കപ്പെടുകയോ അതിൻ്റെ രേഖകൾ പുറത്തു വരികയോ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യുമ്പോഴാണ് അതുണ്ടാകുന്നത്. അപ്പം അതിന് കാലഘട്ടത്തിന്റെ പ്രസക്തി ഇല്ല അജിംസെ. അത് ഏത് കാലഘട്ടത്തിൽ നടന്നു? ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ 2014 ശേഷം CBIയും EDയും എടുത്തിട്ടുള്ള കേസുകളിൽ 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. അതായത് NDAയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊന്നും ഒരു കുറ്റവും തെറ്റും ചെയ്യാത്ത കൃത്യമായി നിയമം അനുസരിക്കുന്ന മനുഷ്യരാണ്. അതേസമയം അവരാരെങ്കിലും ഇന്ത്യ സഖ്യത്തിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലോ പ്രവർത്തിച്ചാൽ അവർ ക്രിമിനൽസാണ്, അവർ നിയമ നടപടി നേരിടണം. അതല്ലെങ്കിൽ ഈ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മുഴുവൻ ശുദ്ധരും അഴിമതിരഹിതരും ഒരു കുറ്റവും ചെയ്യാത്തവരും ദേവതുല്യരുമായ മനുഷ്യരാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കണമോ?
അജിംസിന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതില്ലല്ലോ. ജനങ്ങളുടെ വിശ്വാസമാണല്ലോ പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിൽ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അജിംസെ, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഭരണത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗമായി അധികാരത്തിലിരിക്കാൻ കഴിയുന്ന ധാരണയുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസരം ലഭിക്കുമ്പോൾ അതെല്ലാം അഴിമതി നടത്താനുള്ള മേഖലയാണ് എന്ന് കണ്ടെത്തി അതിൽ വിദഗ്ധമായി അഴിമതി നടത്തുന്ന ആളുകൾ അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല. ഞങ്ങൾക്ക് തന്നെയാണ് നിരന്തരമായി അധികാരം കിട്ടാൻ പോകുന്നത്, ഞങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാ കാലവും ജനങ്ങളെ അഴിമതി നടത്തിക്കൊണ്ട് ജനങ്ങളുടെ പണത്തെ കൊള്ളയടിക്കാൻ പോകുന്നത് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ജനാധിപത്യത്തിൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പല്ലേ? അങ്ങനെ അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ കാണുന്നില്ല. ലാലു പ്രസാദ് യാദവ് അധികാരത്തിലുണ്ടോ? ശ്രീ കൃഷ്ണദാസ് അങ്ങനെ കാണുന്നില്ല. ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിനെതിരെ ശാരദ ചിറ്റ് ഫണ്ട് കേസിൽ CBI ED അന്വേഷിച്ചതാണ്. അദ്ദേഹം ജയിലിൽ പോയിട്ടില്ല. സുവേന്ദു അധികാരി, അദ്ദേഹം ജയിലിൽ പോയിട്ടില്ല. അശോക് ചവാൻ, അജിത് പവാർ, ഇവരൊന്നും ജയിലിൽ പോകുന്നില്ല. അതായത് ഇവർക്കെതിരെ കേസുണ്ടെങ്കിൽ അവർ ഓടിപ്പോയി NDA സഖ്യത്തിലോ BJP-യിലോ ചേർന്നാൽ കേസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന സംശയമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ ആദ്യം രക്ഷപ്പെടണ്ടേ? പിണറായി വിജയനെതിരെ കേസുണ്ടായിരുന്നതല്ലേ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്? കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണെങ്കിൽ കേസിൽപ്പെട്ട് ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു. അവരെല്ലാം ജയിലിൽ പോയിട്ടില്ലല്ലോ. സോളാർ കേസ് ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ? എത്രയോ വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ LDF-ന്റെ ഭരണകാലത്തെ മന്ത്രിമാരടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടക്കുന്നില്ലേ? CPM-ന്റെ എത്രയോ നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടക്കുന്നു. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ അകത്ത് പോകേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഗവൺമെൻറ് ഏതെങ്കിലും ഒരാളോട്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളോട് ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് അജിംസ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല കേസുകൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും രാജ്യത്ത് തെറ്റായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ, തെറ്റായിട്ടുള്ള ഒരു നടപടിയുമായി ഒരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അഴിമതി, RJD-ക്കാർ നടത്തിയിട്ടുള്ള അഴിമതി, ഇപ്പോൾ ആം ആദ്മിയുടെ മുഖ്യമന്ത്രിക്കെതിരെ കേസുമായി ED മുന്നോട്ട് പോകുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ സംസ്ഥാനത്ത് അധികാരം കിട്ടുമ്പോൾ ഞങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നെല്ലാം അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ സമയം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അഴിമതി നടത്താം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഴിമതിക്കാർ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് അഴിമതി നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ അഴിമതിക്കെതിരെ ഒരു കുരിശുയുദ്ധം നടത്തുന്ന പാർട്ടിയാണെങ്കിൽ ശ്രീ കൃഷ്ണദാസ്, എനിക്കൊരു വളരെ വിനീതമായ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയാണല്ലോ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയം ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്തിയ, ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഫേമ ചട്ടങ്ങൾ ഉൾപ്പെടെ കള്ളപ്പണം തടയാനുള്ള നിയമം ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 19 കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. ആ സംഭാവന കൊടുത്തവരെയും അത് വാങ്ങിയ പാർട്ടിക്കെതിരെയും അത് അഴിമതിയായി കണ്ട് നിങ്ങൾ നടപടി സ്വീകരിക്കുമോ? ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസ് വേറെയാണ് അജിംസെ, അതിൻ്റെ നടപടിക്രമങ്ങളും വേറെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കുകൾ വഴി സുതാര്യമായി നടക്കുന്ന ഇടപാടാണ്. അതിലേതെങ്കിലും ഒരു കമ്പനി തെറ്റായൊരു പണം മുടക്കൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അജിംസ് ഒന്ന് നോക്കിക്കോളൂ, അങ്ങനെ പണം കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്ന കമ്പനികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കമ്പനികൾ, അവർക്കെല്ലാം എതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ED-യുടെ ഭാഗത്തു നിന്നാണെങ്കിലും IT-യുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആ തരത്തിൽ അന്വേഷണം നേരിടുന്ന കമ്പനികൾക്ക് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിടുതൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അവരെല്ലാം അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി കേസുകളിൽ പെട്ടിട്ടുള്ള കമ്പനികളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കെതിരെ നിയമ നടപടിയും നടക്കുന്നുണ്ട്. അതും ഇലക്ട്രൽ ബോണ്ട് തമ്മിൽ ബന്ധമില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അവർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടുന്ന ആളുകൾ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്ന സമയത്ത് എന്തെല്ലാം ആരോപണങ്ങളാണ് ഇവിടെ വായുവിൽ ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത് BJP മാത്രമാണോ? ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലക്ക് BJP-ക്ക് കിട്ടുന്നത് പോലെ തന്നെ എല്ലാ പാർട്ടികൾക്കും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആനുപാതികമായിട്ടാണോ പണം കൈപ്പറ്റിയിട്ടുള്ളത്? അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ MLA-മാരുടെ എണ്ണം അനുസരിച്ചിട്ടാണോ? MP-മാരുടെ എണ്ണം അനുസരിച്ചിട്ടാണോ? മന്ത്രിമാരുടെ എണ്ണം അനുസരിച്ചിട്ടാണോ? അല്ലല്ലോ. ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് പണം കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കിട്ടാൻ അർഹതയില്ലാത്തവർ വാങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തവർ കൈപ്പറ്റിയിട്ടുണ്ടാവില്ല. അല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ഒരു ബോണ്ട് സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്
അവരുടെ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായി ഏർപ്പെടുത്തിയ ഇടപാടാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും സുപ്രീം കോടതി പറഞ്ഞിട്ടും ആ വിധിയെ പരിഹസിക്കുകയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനാ വിരുദ്ധം അങ്ങനെയല്ലെന്ന് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അതിന്റെ നടപടിക്രമമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും മുന്നോട്ട് പോകുമോ? നടപടിക്രമങ്ങൾ അതോടെ അവസാനിക്കും. അതുമായി ബന്ധപ്പെട്ട് കുചേലൻ കൃഷ്ണൻ അവിൽ നൽകിയത് പോലും അഴിമതിയാണെന്ന് പറയുമെന്ന് പറഞ്ഞ് പരിഹസിച്ചു. നമ്മൾ ഈ ചർച്ചയിൽ ഓരോരോ ചർച്ചകളിലും രാഷ്ട്രീയപരമായി നടക്കുന്ന ആരോപണങ്ങളും രാഷ്ട്രീയപരമായി എടുക്കുന്ന നിലപാടുകളുമെല്ലാം ആ സമയത്ത് ഉള്ള സാഹചര്യത്തിനും ആ സമയത്തുള്ള വിഷയത്തിനും അനുസരിച്ചല്ലേ അതിനെ നിങ്ങൾ അത് ഏതെങ്കിലും ഒരു നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ കാണുന്നത്? അങ്ങനെയല്ലല്ലോ. സർക്കാർ അങ്ങനെ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? സുപ്രീം കോടതി വിധിക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചു, അതിന്റെ പുറത്തൊരു നടപടി ഉണ്ടായി. ആ നടപടി ഉണ്ടായാൽ സ്വാഭാവികമായി അതിന്റെ നടപടിക്രമങ്ങൾ അവസാനിക്കും. അവസാനിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും അവസാനിക്കും. ഇപ്പൊ ഷൈബു മഠത്തിൽ ഒരുപക്ഷെ ഈ കേന്ദ്ര ഏജൻസികളുടെ കേസന്വേഷണത്തിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള ഒരു പാർട്ടിയായിരിക്കും ആം ആദ്മി പാർട്ടി. നിങ്ങൾ ഡൽഹിയിലെ 2 മന്ത്രിമാരെയാണ് ജയിലിലടച്ചത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നിരന്തരം നോട്ടീസ് അയക്കുന്നു. അതേ കേസുമായി ബന്ധപ്പെട്ട് BRS നേതാവ് കെ കവിത ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ്. അതും സുപ്രീം കോടതിയിൽ അവരുടെ ഒരു അപ്പീൽ നിലനിൽക്കെ. ഇവിടെ കൃഷ്ണദാസ് വിശദീകരിക്കുന്നത്, നിങ്ങൾ DMK-കാരെ നോക്കൂ, CPM-നെ നോക്കൂ, പിണറായി വിജയനെതിരെയോ സ്റ്റാലിനെതിരെയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പക്ഷപാതമില്ല എന്നതിന് തെളിവായിട്ടാണ് പിണറായിയുടെയും സ്റ്റാലിൻ്റെയും ഒക്കെ ഉദാഹരണം വയ്ക്കുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ വെൻഡേറ്റ കൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇത് ചെയ്യുന്നത് എന്നുള്ള വാദത്തിന് മറുപടിയാണ് കൃഷ്ണദാസിന്റെ വാദം. എന്താണ് നിങ്ങളുടെ നിലപാട്? അജിംസെ, ഒരു അഴിമതി നടത്താത്ത പാർട്ടിയാണ് BJP എന്നുള്ള തലത്തിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം താങ്കളുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ്. അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് റാഫേൽ അഴിമതി. അത് സീല് വെച്ച കവറിൽ തെളിവ് സ്വീകരിച്ച ഒരു വാദത്തിന്, ഹർജിക്കാർക്ക് വാദത്തിന് അവസരം കിട്ടാതെ വന്നതുകൊണ്ട് അതിൽ കേസെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വസ്തുത ഇപ്പോഴും തുടരുന്നു. അത് അഴിമതി തന്നെയാണ്. പിന്നെ ഇന്ത്യയിലെ ഈ പെട്രോൾ വില വർദ്ധിപ്പിച്ച് നിർത്തുന്നത് ചില സ്വകാര്യ കമ്പനികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ്. ഭൂരിപക്ഷം വിമാനത്താവളങ്ങൾ ഒരു കമ്പനിക്ക് മാത്രം ലഭിക്കുന്നു. നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൽ കണ്ടതാണ്. ഇന്ത്യയിലെ മിക്കവാറും വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ കിട്ടിയ കമ്പനി പിന്നെ വൻ തുക 1000 കോടിയുടെ അടുത്ത തുക BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി നൽകുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏത് കാര്യത്തിലാണ് അഴിമതി ഇല്ലാത്തത്? ഇൻഫ്രാസ്ട്രക്ചറിലുണ്ട്. അതുപോലെ കൽക്കരി. കാരണം ഇന്ത്യയിലെ ഇപ്പോ വൈദ്യുതി ഇന്ത്യയിലെ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി വരുന്ന സമയമാണ്. വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു, വൈദ്യുതിയുടെ വിലയും കൂടുന്നു. വൈദ്യുതി വിലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കൽക്കരിയുടെ വിലയാണ്. കൽക്കരിയുടെ വില കൂട്ടി നിർത്തുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കരിയുടെ വില കൂട്ടി നിർത്തുന്നത്. നിങ്ങളിങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിക്കോളൂ. ഇന്ത്യയിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ഏത് മേഖല, ഒരു പബ്ലിക് സർവീസായ എല്ലാ മേഖലകളിലും അഴിമതിയുണ്ട്. അവിടെയൊക്കെ സർക്കാർ പണം വാങ്ങിക്കുന്നുണ്ട്. ഈ ബോണ്ടിന്റെ കാര്യത്തിൽ, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കണം, നേരത്തെ ചർച്ചയിൽ വിട്ടുപോയതാണ്. അതായത് പല കമ്പനികളിലും പിന്നെ ED റെയ്ഡ് നടത്തി. EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും റെയ്ഡ് നടത്തിയ ശേഷം അതേ ദിവസമോ തൊട്ടടുത്ത ദിവസങ്ങളിലോ അവർ ബോണ്ട് വാങ്ങി 50-100 കോടി രൂപയുടെയൊക്കെ ബോണ്ട് ഒറ്റ ദിവസം കൊണ്ട് വാങ്ങി BJPക്ക് സംഭാവന കൊടുത്തേക്കാണെന്നു. സംഭാവന കൊടുത്ത് BJPക്കാണ് എന്ന് ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ അതെല്ലാവർക്കും ഉറപ്പാണ്. നാളെ അതിന്റെ ഫോളിയോ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അവിടെ നടന്നത് എക്സ്റ്റോർഷൻ അല്ലേ? അതായത് അധികാരത്തിന്റെ കരുത്ത് ഉപയോഗിച്ച് ചില കമ്പനികളുടെ മേലെ സമ്മർദ്ദം ചെലുത്തി പണപ്പിരിവ് നടത്തുന്നതിന് നമ്മൾ IPCയിൽ ഒരു വകുപ്പുണ്ട്. എക്സ്റ്റോർഷൻ എന്നാണ് അതിന് പറയുന്നത്. ഹപ്ത പിരിവ് പോലെ, അങ്ങനെ ഒരു ഗുണ്ടാ പിരിവ് പോലത്തെ ഏർപ്പാടല്ലേ നടത്തിയത്? അത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തി എന്നുള്ള സംശയമല്ലേ ഇപ്പൊ വരുന്നത്? അക്കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത, അഴിമതിക്കെതിരെ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത BJPക്ക് ഉണ്ടെങ്കിൽ BJP ചെയ്യേണ്ടത് ഇക്കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. പക്ഷേ അവിടെ എഗെയിൻ BJP തന്നെ പണം വാങ്ങി അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് എക്സ്റ്റോർഷൻ നടത്തി എന്നുള്ളതാണ് ആരോപണം. അപ്പൊ BJP അന്വേഷണം നടത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഇവിടെ പിന്നെ ഇലക്ട്രൽ ബോണ്ടിൽ നമ്മൾ തിരിച്ചും മറിച്ചും ചകഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ. ഇത് പിന്നെ ഫാർമ കമ്പനികൾ പണം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള അഴിമതി അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത് BJP തന്നെ വാങ്ങിയ നടത്തിയ അഴിമതി ആയതുകൊണ്ട് നമുക്ക് BJPയുടെ അന്വേഷണം നടത്താൻ പറയാൻ പറ്റും. അവരെ അന്വേഷണം നടത്തില്ല. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ നമുക്ക് തോന്നുന്നു, അതായത് കേസ് ആർക്കൊക്കെ എതിരെ കേസ് എടുക്കുന്നു എന്നുള്ളത്, സത്യത്തിൽ BJPക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്. 5 വർഷ ഭരണത്തിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPക്ക് വലുതായിട്ടുള്ള ആത്മവിശ്വാസക്കുറവുണ്ട്. കഴിഞ്ഞ തവണ
പോലും ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമായത് വന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമുള്ള വിജയമായിരിക്കില്ല എന്ന് ബി ജെ പിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രധാന ഘടകം, ഒന്ന് സർക്കാരിനെതിരായ വികാരം, സർക്കാരിന്റെ ആന്റി ഇൻകുമൻസി ഫാക്ടർ. രണ്ട്, പിന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികൾ, അതായത് കഴിഞ്ഞ തവണ 60% വോട്ട് നേടിയ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഒരുമിച്ച് നിൽക്കുന്നു. കഴിഞ്ഞ തവണ ചിതറിപ്പോയ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഇത്തവണ ഒരുമിച്ച് സർക്കാരിനെതിരായി വീഴും. മിക്കവാറും പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും സീറ്റ് ഷെയറിംഗ് നടന്നിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ. അത് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി ഇന്ത്യ സഖ്യത്തിൽ വോട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള, ബി ജെ പിയെ രാഷ്ട്രീയമായി നേരിടാൻ കഴിവുള്ള നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നു. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് കാരണം അതാണ്. ഞങ്ങൾ ഇപ്പൊ ലോക്സഭ ഈ വരാനിരിക്കുന്ന 2 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 2025 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ഡൽഹിയിൽ. ആ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു റോഡ് മാപ്പിലാണ് ബി ജെ പിയുടെ പോക്ക്. ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ബി ജെ പി ആണ്, അല്ലാതെ ഇ ഡി അല്ല. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർക്കെതിരെയും കെജ്രിവാളിനെ ആദ്യം ചോദ്യം ചെയ്തത് CBI ആയിരുന്നു. അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചാണ് അന്വേഷണം നടന്നത്, ചോദ്യം ചെയ്തത്. പക്ഷേ ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പോൾ നിരവധി തവണയായി നോട്ടീസ് കൊടുക്കുന്നത് CBI അല്ല, ED ആണ്. എന്തുകൊണ്ടാണ് അഴിമതി ആരോപിക്കപ്പെടുന്ന ഒരു കേസിൽ CBIക്ക് പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് CBIക്ക് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനോ കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനോ പിന്നെ സാധിച്ചില്ല? ഒരു തരി എവിഡൻസ് പോലും ഇല്ല. കെജ്രിവാളിനെതിരായി ഒരു തരി തെളിവ് പോലുമില്ല. തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ ED എന്താ ചെയ്യുക? ED 7-8 തവണ സമൻസ് അയച്ചിട്ട് ED അതിന്റെ റെസ്പോൺസ് നോക്കി വെറുതെ ഇരിക്കുകയാണ്. ഷൈബു, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കെതിരെ തെളിവുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ഷൈബു? ഈ മനീഷ് സിസോദിയയ്ക്കും മറ്റുമെതിരെ തെളിവുണ്ടായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? തീർച്ചയായിട്ടും അല്ല അജിംസ്, അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ട. അതായത് ഇവർക്കെല്ലാം എതിരെയുള്ള കേസുകൾ ED ആണ് കേസെടുത്തിരിക്കുന്നത്. താങ്കൾക്കറിയാം, പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണെങ്കിൽ CBI ആണ് കേസെടുക്കേണ്ടത്. CBIക്ക് സ്വാഭാവികമായ ജൂറിസ്ഡിക്ഷൻ ഡൽഹിയിലുണ്ട്. കാരണം ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ചുള്ള ഒരു ഓർഗനൈസേഷനാണ് CBI. പ്രത്യേകിച്ച് കോൺസെന്റിനും ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും ED ആണ് കേസെടുത്തത്. ആ ചാർജുകളിൽ ഇവരാരും പണം വാങ്ങിയതായി തെളിവുകളില്ല. അത് മനീഷ് സിസോദിയയുടെ പിന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി അക്കാര്യത്തിൽ കമന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന്. എന്നിട്ടും നമുക്കറിയാം PMLA ആക്ട് ആണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. അവിടെ EDക്ക് കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വന്നപ്പോൾ ആ കേസിന്റെ അന്വേഷണം 5 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സമയമൊക്കെ കയറായി. പക്ഷെ ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അവരെ ജയിലിലിടുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ കേസ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു, കേസ് വിചാരണ തുടങ്ങി, ആ സത്യം പുറത്തു വരിക എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യം. ഈ നേതാക്കന്മാരെ അകത്തിടുക, അവർ രാഷ്ട്രീയമായ എതിരാളികളായി ഗ്രൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് BJPയുടെ ലക്ഷ്യം. അത് ക്ലിയർ അല്ലേ ഈ കാര്യങ്ങളിൽ നിന്ന്? ഓക്കെ. ശ്രീ നവനീത് മുകുന്ദൻ, ഈ കേസുകളിലുണ്ടായ ഈ വർധന എന്തിൻ്റെ സൂചനയാണ്? 2014 മുതൽ തന്നെ 90% കേസുകളും കേന്ദ്ര ഏജൻസികളുടെ പ്രതിപക്ഷത്തിനെതിരാണ്. പക്ഷേ ഈ 2024 ജനുവരി മുതൽ കേസുകളുടെ എണ്ണം കൂടുകയാണ്. അറസ്റ്റുകൾ ഇനിയിപ്പോൾ ചിലപ്പോൾ കെജ്രിവാളൊക്കെ അറസ്റ്റിലാവുമോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കവിത അറസ്റ്റിലായി കഴിഞ്ഞു. ഇതെന്തിൻ്റെ സൂചനയാണ്? അജിംസ്, ഈ ഒരു ചോദ്യവും ഈ ഒരു ഡിസ്കഷനും പോലും അനാവശ്യമാണ്. കാരണം ഈ ഒരു ജനാധിപത്യ ഒരുപാട് മൾട്ടിപ്പിൾ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ ഒരു പാർട്ടി, ഒരു കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പാർട്ടിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നശിപ്പിക്കാൻ നമ്മൾ എന്ത് മാർഗവും സ്വീകരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞൊരു BJPക്കാരൻ ഒരു വോട്ടർ എടുത്ത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ആദ്യം ആ വോട്ടർ പറയേണ്ടത് അങ്ങനെ ഒരു പാർട്ടിയെ മുക്തമാക്കിക്കൊണ്ടല്ല നമ്മളെ സേവിക്കേണ്ടത്. അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മളെ ജനാധിപത്യത്തിന്റെ ശോഷണം. അത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഇതൊരു എന്താണ് പറയുന്നത്, ഇതൊരു കേഡർ പാർട്ടികളുടെ സിസ്റ്റമാണ്. BJP മാറി മറ്റൊരു കേഡർ പാർട്ടി വന്നാലും ഇത് തന്നെ സംഭവിക്കും. കാരണം നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഒരു സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും മറ്റൊക്കെ പ്രതീക്ഷിക്കാനുള്ള നിഷ്കളങ്കനാണോ അജിംസും ഞാനും ഒക്കെ? ഒരിക്കലും അല്ല. കാരണം P. ചിദംബരത്തിനെ 105 ദിവസം തിഹാർ ജയിലിൽ താമസിപ്പിച്ചിട്ട് 105ാമത്തെ ദിവസവും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. 9 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന്
ഒരു കൊലക്കേസിലെ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 95 ദിവസം ജയിലിൽ, തിഹാർ ജയിലിലുണ്ടായിരുന്നു. സോ ഇത് അവരുടെ സ്ട്രാറ്റജി തന്നെയാണ്. മസ്ലിം കേസും എല്ലാം ചെയ്യുന്നത്. പിന്നെ നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്ന കേട്ടു കോൺഗ്രസ് നടത്തിയ അഴിമതിക്ക് എല്ലാം അകത്ത് പോകുന്നു. അപ്പൊ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 10 വർഷം കൊണ്ടും നിങ്ങൾക്ക് കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തെയോ ഈ ഒരു നേതാക്കൾ മാത്രമേ ഇന്ത്യയിൽ അഴിമതി നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ 10 വർഷം നരേന്ദ്രമോദിയും അമിത്ഷായും ഭരിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ഒരു നേതാക്കളും അഴിമതി നടത്തിയിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവും? എന്തെങ്കിലും ഒരു ചെറിയ അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് അവർ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷവും, ഈ 10 വർഷം നരേന്ദ്രമോദി ഭരിച്ചതിന് ശേഷവും ഇനിയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സോണിയാഗാന്ധി മുതലുള്ള ഇങ്ങോട്ടുള്ളവരുടെ അഴിമതി നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ BJP-യിൽ നിന്ന് നമ്മൾ മറ്റൊരു രീതി പ്രതീക്ഷിക്കരുത്. കാര്യം അവര് പറഞ്ഞടിക്കുകയാണ്. കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ഏത് വിധേയനെയും നമ്മൾ ഒതുക്കും, അല്ലെങ്കിൽ നമ്മൾ മുക്തമാക്കും എന്ന് അവരുടെ പ്രഖ്യാപിത നയമാണ്. അതിന് യൂസ് ചെയ്യുന്നു. ED ആയാലും CBI ആയാലും എല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു തികഞ്ഞ കേഡർ പാർട്ടി ഒരു ഫാസിസത്തിലോട്ട് പോകുന്നതിനുള്ള അതിനു മുമ്പുള്ള സൂചനയാണ് ഈ കേസുകളുടെ എണ്ണം കൂടുന്നത്. അജിംസിനെ തന്നെ അറിയാലോ, 70,000 കോടി രൂപയുടെ അഴിമതി നടത്തിയ അജിത് പവാറിനെതിരെ ഒരു മഹാറാലിയിൽ ആഞ്ഞടിച്ചിട്ട് 15 ദിവസം കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സോ നമ്മളിത് രണ്ടാമത് ചോദിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ന് BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു ജനാധിപത്യ സംവിധാനത്തിൽ പറഞ്ഞോ, അന്ന് മുതൽ നമ്മൾ കരുതിയിരിക്കണമായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി. അന്നെല്ലാം അത് ചിരിച്ചു തള്ളുകയും അത് മറ്റൊരു പാർട്ടിയെ മുക്തമാക്കിക്കൊണ്ട് ജനാധിപത്യത്തിൽ ഞാൻ നിങ്ങളെ സേവിച്ചോളാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ജനാധിപത്യത്തിൽ അതിന് സ്ഥാനമില്ല എന്നൊരു ജനത പറയാത്തതിന്റെ കഷ്ടകാലമാണ്. നവനീത്, കോൺഗ്രസ് മുക്ത ഭാരതം പോട്ടെ, ഈ ജനാധിപത്യത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസമുള്ള ആളുകളൊന്നും അല്ലല്ലോ BJP-ക്ക് പുറകിലുള്ള. അല്ല, അപ്പോ നിങ്ങൾ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് അവരോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതും എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിക്കണ്ടേ. കോൺഗ്രസ്സുകാർ എന്ത് സമീപനമാണ് RSSനോട് സ്വീകരിച്ചത്? അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? അവർ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾക്ക് തക്കതായ അന്വേഷണം നടത്തി ശിക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന ക്വസ്റ്റ്യൻസ് കോൺഗ്രസ്സുകാർ നേരിടണ്ടേ നവനീത്? തീർച്ചയായും കോൺഗ്രസ്സുകാർ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ, കോൺഗ്രസിന്റെ പല പ്രശ്നങ്ങളിൽ ഒന്നത് തന്നെയാണ്. ഇപ്പൊ അജിംസ് വിചാരിക്കുന്നുണ്ടോ നാളെ 2024 ഒരു കോൺഗ്രസ് മുന്നണി വന്ന ഉടനെ BJP-ക്കാർ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന്, അദാനിയൊക്കെ ഒതുങ്ങുമെന്ന് അജിംസ് വിചാരിക്കുന്നുണ്ട്? ഒരിക്കലും ഒതുങ്ങില്ല. ഇത് രാഷ്ട്രീയപരമായി എനിക്കും ഇവിടെ ഇരിക്കുന്ന BJP പ്രവർത്തകനും കോൺഗ്രസ് പ്രവർത്തകനും ഒക്കെ സംസാരിക്കാമെന്നുള്ള അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയം പണത്തിന്റെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അതിനൊരു കറക്ഷൻ ഒന്നും വലുതായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഈ അവസരത്തിൽ ചാൻസ് ഇല്ല. കോൺഗ്രസ്സുകാർ വന്നാലും ഈ നമ്മൾ ഈ പറയുന്ന BJP-ക്കാർക്കെതിരെയൊക്കെ അഴിമതി എടുത്ത് അവരെന്താണ് ജയിലിലടയ്ക്കും? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. അതല്ലേ ഞാൻ പറഞ്ഞത് ജിൻസേ, ഈ P. ചിദംബരത്തിനെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും എന്തുമാത്രം അഴിമതികളാണ് ഇവർ നാടുനീളെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഈ 9 വർഷം ഞാൻ BJP പ്രതിനിധി ചോദിക്കുകയാണ്, 9 വർഷം കൊണ്ട് നിങ്ങൾ സോണിയാഗാന്ധിക്കെതിരെ ഈ 2014 മുമ്പ് പറഞ്ഞ അഴിമതികളൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ അതെങ്കിലും പറയൂ. എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാ. 1.5 ലക്ഷം കോടി, 2 ലക്ഷം കോടി, ഒരു 10,000 രൂപയുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പാർട്ടി എന്ന നിലയിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ നിങ്ങളെ മുക്തരാക്കിക്കൊണ്ട് ഭാരതത്തെ രക്ഷിക്കാൻ നടക്കുന്ന BJP, അവരുടെ മാതൃസംഘടന RSS, അവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളോട് നിങ്ങൾ സ്വീകരിച്ച മൃദു സമീപനത്തിന്റെ ഫലമാണ്, അതിന്റെ ശമ്പളമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? ശ്രീ അജിംസെ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഒരിക്കലും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആ പ്രതിപക്ഷ ബഹുമാനം കാണിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇതെന്താണ്, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള പ്രഖ്യാപിതമായ ഒരു ഫാസിസ്റ്റ് നിലപാടിൻ്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയെ രാജ്യത്തുനിന്ന് നാമാവശേഷമാക്കുക എന്നുള്ള നിലപാടുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ BJP-ക്കെതിരായിട്ടുള്ള അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ BJP ചെയ്ത തെറ്റായ കാര്യങ്ങളെയൊന്നും ഞങ്ങളാരും അവർ
പിന്നെ അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളകത്ത് പാർട്ടിക്ക് ഇതുപോലെ ക്രൂരമായി വേട്ടയാടുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മൾ നടത്തിയില്ല. കോൺഗ്രസിന് ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോയില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവർ കാണിക്കുന്നത്. ഇവരിപ്പോൾ അഴിമതിക്കെതിരായി കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്ന് നമ്മുടെ മുമ്പിൽ ഇല്ലേ. അവർ ചെയ്തിട്ടുള്ള അവർ വാങ്ങിയിട്ടുള്ള പണത്തിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ED അയച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ബോണ്ടുകൾ സ്വീകരിക്കുന്ന ഉദാഹരണം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 800 കോടി രൂപയാണ് ബോണ്ടായിട്ട് ഇവർ കൊടുത്തത്. അവർ കിട്ടിയത് 14,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കൊടുത്തത്. അങ്ങനെ പിന്നെ സ്വാധീനിച്ചും അതോടൊപ്പം തന്നെ ആ രൂപത്തിലേക്ക് ഫണ്ട് വാങ്ങിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ കിട്ടാത്ത സ്ഥലത്ത് EDയും CBIയും അയച്ചുകൊണ്ട് അതിനുശേഷം ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞുകൊണ്ട് അവരിൽ 100 കോടിയും 200 കോടി ഉൾപ്പെടെയുള്ള പണം വാങ്ങിക്കുന്നു. ഈ നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് വാങ്ങിയതിൻ്റെ കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ വാങ്ങുന്നു. ഇപ്പോൾ ഇവർ ചോദിക്കും കോൺഗ്രസ് വാങ്ങിയിട്ടില്ല. ഞങ്ങളൊരു പ്രതിപക്ഷ പാർട്ടി എന്നതിൽ ഇവിടെ ഒരു ലോ ഓഫ് ദ ലാൻഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചപ്പോൾ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും സ്വാധീനം ചെയ്തു കൊടുത്തോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള EDയെ കാണിച്ചോ അല്ലെങ്കിൽ CBI കാണിച്ചോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഭരണമില്ലാത്ത 10 വർഷമായി ഭരിക്കാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ അമിതമായി ഒന്നും തന്നതുകൊണ്ട് അവർക്കൊരു ലാഭമില്ല. പക്ഷേ പാർട്ടിയുടെ ഈ നിയമപരമായ കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇതല്ലല്ലോ. 6,600 കോടി രൂപ ഇവർ വാങ്ങിയതിൻ്റെ കണക്ക് പുറത്ത് വരണം. യഥാർത്ഥത്തിൽ ഇതിന് പുറത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര കോടി രൂപയാണ് ഇവരുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ അഴിമതി നടത്താത്ത പാർട്ടിയാണ് BJP എന്ന് പറയുമ്പോൾ ബംഗാരു ലക്ഷ്മൺ എന്ന് പറയുന്ന BJPയുടെ ദേശീയ അധ്യക്ഷൻ എങ്ങനെയാണ് രാജിവെച്ച് പോയത്? ഈ രാജ്യത്തെ യുദ്ധം ചെയ്ത് വീരചരമം പോകിയിട്ടുള്ള ആ ജവാന്മാരുടെ ശവപ്പെട്ടിക്ക് ഒരു കുംഭകോണം നടത്തിയൊരു പാർട്ടിയായിരുന്നു BJP എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്, വസ്തുതാപരമായ കാര്യമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഞങ്ങൾ അഴിമതിക്ക് വിരുദ്ധമാണ്, ഞങ്ങൾ കള്ളപ്പണം പിടിക്കുന്ന ആളുകളാണ് കുംഭകോണ വിവാദം പാർലമെന്റിൽ കത്തിയതിനു ശേഷം അധികാരത്തിൽ വന്ന നിങ്ങളാണ്. എന്നിട്ട് ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടന്നോ? അല്ലെന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ബംഗാരു ലക്ഷ്മണൻ സർക്കാരുകളുടെ സമീപനം എന്തായിരുന്നു? ആ നിങ്ങൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കുറ്റക്കാർക്കെതിരെ മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാവുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വിശാല ജനാധിപത്യ പാർട്ടി. ഈ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. BJPയുടെ അക്കൗണ്ട് പൂട്ടാൻ ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഞങ്ങളുമായി വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്ന പാർട്ടികൾ വേറെയുണ്ടല്ലോ. അവരെ ആരും അവരുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കാനും അത് സീസ് ചെയ്യാനുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. അങ്ങനെയല്ല. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. തങ്ങൾക്ക് അധികാരം കിട്ടില്ല, തങ്ങളുടെ ഈ ഭരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ ജനങ്ങൾ തങ്ങൾക്കെതിരാണ് എന്ന് നിന്നപ്പോൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്ന വേണ്ടി എല്ലാ വൃത്തികേടുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ വിഷയം. കോൺഗ്രസ് പരാജയപ്പെട്ടിട്ട് കോൺഗ്രസിനെതിരായി ഏതെല്ലാം ഘട്ടത്തിൽ അഴിമതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2G പെട്രോൾ ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് എത്ര കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ സാധിച്ചാൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി എന്നല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി 52 മണിക്കൂർ ED ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. അവർക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഒരു പുകമറക്ക് മുമ്പിൽ നിർത്തുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവർക്ക് അന്വേഷണമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് നിൽക്കുന്ന പല ആളുകളും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജിത് പവാർ ഉൾപ്പെടെ എത്രായിരം കോടി രൂപയുടെ അഴിമതി പറഞ്ഞു. ആ അജിത് പവാർ ഇന്ന് ഇവരുമായി ബന്ധപ്പെട്ട് സഖ്യത്തിലേർപ്പെട്ടപ്പോൾ അയാളുടെ കേസ് മുഴുവൻ ഇവർ എഴുത്തള്ളുന്ന രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 60-40 കർണാടക സർക്കാരിനകത്ത് ഇവരുടെ മന്ത്രിമാർ നടത്തിയ അഴിമതി. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ED ഏതെങ്കിലും കഴിഞ്ഞ് കർണാടകയിലെ മുൻ മന്ത്രിമാരുടെ വീടുകളിലേക്ക് ED പോയിട്ടുണ്ടോ? CBI പോയിട്ടുണ്ടോ? മറ്റാരും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇവർക്ക് എല്ലാ അഴിമതിയും നടത്തിക്കൊടുക്കാം. അതിനു വേണ്ടി നിങ്ങൾ അഴിമതി നടത്തിക്കോ. അതിന് ചൂട്ടുപിടിക്കുന്ന സംവിധാനമായി ഇവിടുത്തെ EDയും അതോടൊപ്പം ആളുകൾ നിൽക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു കോൺഗ്രസ് അന്ന് സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് കൊണ്ട് നടത്തിയ പാർട്ടിയാണ്, അതുകൊണ്ട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. അന്ന് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കലായിരുന്നു അന്നത്തെ നിങ്ങളുടെ ആളുകളുടെ പണി എന്നുള്ളത് നിങ്ങൾക്ക് മറന്നുപോകാതിരിക്കാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. അന്ന് നിങ്ങൾ അവരുമായി സന്ധി ചെയ്തവരാണ്, ബ്രിട്ടീഷുകാർ ചേർന്ന് നിന്നവരാണ്, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ്. എന്തിനാണ് ചെറുപ്പക്കാരെ നിങ്ങൾ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത്? ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പോരാടണമെന്നാണ്
RSSന്റെ താത്വികാചാര്യനായ ഗുരുജി ഗോൾവൽക്കർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. കാരണം നിങ്ങൾക്ക് അതിനകത്ത് ഒരു മണ്ണാങ്കട്ടിയും നിങ്ങൾ നടത്തിയില്ല എന്നുള്ളത് BJPയുടെ പ്രതിനിധി ഒന്ന് ആലോചിക്കുക എന്നായിരിക്കും. അങ്ങനെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി രാജ്യത്ത് വന്നത്. ഇന്ന് നരേന്ദ്രമോദി 10 വർഷക്കാലം ഭരിച്ചത് കൊണ്ടല്ല ഇന്ന് ഈ കാണുന്ന ഇന്ത്യ ഉണ്ടായത് എന്ന് ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഒന്നുമില്ലാത്ത രാജ്യത്ത് ഈ രാജ്യത്തെ കൊണ്ടുവന്നത് ഏറ്റവും ലോക സാമ്പത്തിക രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്, പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്, അതോടൊപ്പം തന്നെ കാർഷിക രംഗത്തായാലും സൈനിക മേഖലയിലും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവന്നത് 10 വർഷക്കാലത്ത് നരേന്ദ്രമോദിയുടെ ഭരണമല്ല എന്ന് BJPയുടെ പ്രതിനിധി മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഇവിടെ ഭരിച്ച ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു, ആ ഗവൺമെന്റുകൾ നടത്തിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ നിങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തെ പിന്നെ എല്ലാം ഉണ്ടാക്കിയെന്ന് പറയുന്ന നിങ്ങളുടെ തള്ള് നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. ശരി, പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ, ആ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ, ആ തെറ്റുകൾ ചൂണ്ടിക്കാണുന്നവരെ ജയിലിലടക്കാതിരിക്കാനുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ അതല്ലേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത്. ശ്രീ പി കൃഷ്ണദാസ്, ഞാൻ മുമ്പ് DMKയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ DMKയുടെ ഒരു മന്ത്രിയെ നിങ്ങൾ ED അറസ്റ്റ് ചെയ്തിരുന്നു. 2023 അത് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത മന്ത്രി പിന്നീട് വകുപ്പില്ലാ മന്ത്രിയായി 2024 ഫെബ്രുവരി വരെ തുടർന്നു. സെന്തിൽ ബാലാജി, അദ്ദേഹം 2011-16 കാലഘട്ടത്തിൽ ജയലളിത മന്ത്രിസഭയിലെ ഗതാഗത ഉപമന്ത്രിയായിരുന്നു. അന്ന് നടന്ന അഴിമതി കേസിലാണ് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം AIDMK-കാരനായിരുന്നു. 2018 അദ്ദേഹം DMK-യിൽ ചേർന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏത് കാലത്ത്? 2014 മുതൽ നരേന്ദ്രമോദി ഭരണത്തിലിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2018 വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം DMK-യിൽ ചേർന്നു, ജയിലിൽ പോയി. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഇതൊന്നിലല്ല, ഒട്ടുമിക്ക കേസുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ജിംസെ, നമ്മുടെ ബഹുമാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ അടക്കമുള്ള ആളുകൾ നമ്മളുടെ BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വിഷയത്തിൽ അവരെടുക്കുന്ന നിലപാടെന്താണ്? BJPക്കെതിരെ കാലാകാലങ്ങളായി കോൺഗ്രസ്സുകാർ എടുത്തിട്ടുള്ള നിലപാടുകൾ, BJP ഉണ്ടായ കാലഘട്ടം മുതൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? BJPക്ക് അനുകൂലമായി BJPയുടെ MP-മാരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഇതൊരു രാഷ്ട്രീയ നയമാണെന്നേ, ഞങ്ങളുടേത് ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നയമല്ലല്ലോ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ശ്രീ നവനീത് എന്താ ധരിച്ചിരിക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാം ഇവിടെ അടിച്ചോടിക്കുകയാണെന്നാണോ? അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ മാറ്റി നിർത്തുകയാണെന്നാണോ? അങ്ങനെയല്ല, അതൊരു രാഷ്ട്രീയ നയമാണ്. കോൺഗ്രസിൻ്റെ ആശയങ്ങളെയും കോൺഗ്രസിൻ്റെ അഴിമതിയെയും തുറന്നു കാണിച്ചുകൊണ്ട് BJPയുടെ ആശയങ്ങളെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു വ്യക്തിവിരോധത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സംഘടനാ വിരോധത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സുകാർ, ഇടതുപക്ഷക്കാർ BJP ജയിക്കാൻ അനുവദിക്കുമോ? എന്നാൽ കേരളത്തിലെ ഒരു 5 സീറ്റ് ഞങ്ങളെ ജയിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ ഒന്ന് ശ്രമിക്കട്ടെ, ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കട്ടെ. അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ജയിക്കുക, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്നുള്ളതാണ്. BJPയെ കേരളത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നത്, UDF മത്സരിക്കുന്നത്, LDF മത്സരിക്കുന്നത്? ആം ആദ്മി ഡൽഹിയിൽ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ മത്സരിപ്പിക്കുന്നത്? അപ്പം സ്വാഭാവികമായും രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളാണ്, ആ രാഷ്ട്രീയ നിലപാടുകളാണ് ആം ആദ്മിക്കെതിരായും കോൺഗ്രസിനെതിരായും ഇടതുപക്ഷത്തിനെതിരായും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. ആ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്നു, ജനങ്ങൾ ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരു പാർട്ടിയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ ഇല്ലാതാക്കുന്നത് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമാണ്. നിങ്ങൾ എന്താ BJPയാണ് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പറയുന്നത്? ഇനി തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ, ശ്രീ നവനീത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, P. ചിദംബരത്തെ ജയിലിലിട്ടു കുറച്ച് ദിവസം. എന്തായിരുന്നു കേസ്? വ്യക്തിവിരോധത്തിൻ്റെ പുറത്താരെങ്കിലും ചെയ്തതാണ്. അഴിമതി ആരോപണത്തിൻ്റെ പുറത്തുണ്ടായ കേസാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പൊ അവർ ജയിലിൽ കിടക്കുന്നു. മനീഷ് സിസോദിയ ലഡു ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിലാണോ ജയിലിൽ കിടക്കുന്നത്? അല്ലല്ലോ. ജയിലിട്ടു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്ന് കഴിയുമ്പോൾ അവർ ജയിലിൽ പോകുന്നില്ല. അതാണ് പ്രശ്നം. ഒരു നിമിഷം കൃഷ്ണദാസ്, നിങ്ങൾ ജയിലിലിട്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. കൃഷ്ണദാസ്, ഇതേ അഴിമതി ആരോപണം നേരിടുന്ന ആളുകൾ നാളെ BJPയിൽ ചേർന്ന് അവർ ജയിലിൽ പോവില്ല, ഉറപ്പാണ്. അതിന് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എണ്ണി ഉദാഹരണം പറഞ്ഞു, അത് നിങ്ങൾക്ക് മറുപടിയില്ല. അജിംസെ അങ്ങനെ ഒരു വിവക്ഷയൊന്നും ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇല്ലെന്നേ. എന്തിനാണ് നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? BJPക്കെതിരെ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ നടപടി എടുത്തിട്ടില്ലേ? അമിത്ഷാ ജയിലിലിട്ടിട്ടില്ലേ?
ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എത്ര ദിവസം അദ്ദേഹത്തെ ജയിലിലിട്ടു? എന്ത് കാരണത്തിന്റെ പേരിലായിരുന്നു? ഇനി നരേന്ദ്രമോദിക്കെതിരെ 2 വർഷക്കാലം നിരന്തരമായി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലേ? ഇപ്പോഴും എന്താ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അപ്പൊ ഞങ്ങൾക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കാം, ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാം. നിങ്ങൾ എന്ത് ഉന്മൂലനം നടത്തിയെന്ന്? നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ കൂടുതൽ ഉന്മൂലനം നടത്തിയത്? ഗുജറാത്തിൽ നിങ്ങൾ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നില്ലേ? അല്ലെന്ന് ഒരു വംശഹത്യ നടത്തിയെങ്കിൽ ആദ്യം അകത്ത് പോകേണ്ടത് രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയുമായിരുന്നു. ആ വംശഹത്യ നടത്തിയത് സോണിയാഗാന്ധി രാജീവ് ഗാന്ധി അല്ലേ? 1983, 84, 85 കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള വംശഹത്യ നിങ്ങൾ കാണാതെ പോകുന്നതാണ്. 84, 85 എന്താ ഡൽഹിയിൽ നടന്നത്? സിഖ് കൂട്ടക്കൊലയും സിഖ് വംശഹത്യയും നടത്തിയ ആളുകളാണ് പറയുന്നത് വംശഹത്യ നടത്തിയെന്ന്. ആരെ ഈ സിഖ് കൂട്ടക്കൊലയോടുള്ള RSSന്റെയും BJPയുടെ സമീപനം ഈ സിഖ് കൂട്ടക്കൊലയോട് RSSന്റെയും BJPയുടെ സമീപനം വിടൂ കൃഷ്ണ. സിഖ് കൂട്ടക്കൊലയോട് നിങ്ങളുടെ BJPയുടെ RSSന്റെ സമീപനം ഞങ്ങൾ ചർച്ചകളിൽ മിതത്വം പാലിക്കുന്നത് കൊണ്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാം വർത്താനം പറയാൻ അറിയാൻ വേണ്ട ആൾക്കാരാണെന്നാണോ? സിഖ് കൂട്ടക്കൊല നടത്തിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണെന്നേ. രാജീവ് ഗാന്ധി അടക്കമുള്ള ആളുകൾ പിന്നീട് എങ്ങനെ അധികാരത്തിൽ വന്നത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ രാജീവ് ഗാന്ധിക്കെതിരായി? വൻമരം വീഴുമ്പോൾ പുൽക്കൊടി എന്താ പറഞ്ഞത്? എത്ര അല്ലല്ലേ അന്ന് എന്തോടെ ഇങ്ങോട്ട് രാജീവ് ഗാന്ധി അറസ്റ്റ് ചെയ്യാത്തത്? BP സിംഗ് അതിനുശേഷം വന്ന ഗവൺമെന്റ് നിങ്ങളുടെ പിന്തുണയിലല്ലേ ഭരിച്ചത്? നിങ്ങളല്ലേ പിന്തുണ കൊടുത്തത്? നിങ്ങളുടെ BJP പിന്തുണ ഉണ്ടായിട്ടില്ലേ? കാര്യത്തിൽ തിരിച്ചു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആ കാലഘട്ടത്തിൽ അതിനുശേഷം BJP അധികാരത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരെ അകത്തിടണമെന്നാണോ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ആഗ്രഹം? അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ED അന്വേഷണം നടത്തുന്നത് രാഹുൽ ഗാന്ധി. നിങ്ങൾ ആരോപണം രാജീവ് ഗാന്ധി ചെയ്തെങ്കിൽ അമിത്ഷാ വംശഹത്യ നടത്തിയെന്നുള്ളത് കൊണ്ട് അമിത്ഷായെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത് ആ ബോധ്യമുള്ളത് കൊണ്ടാണ്. അഭിപ്രായമെങ്കിൽ നിങ്ങളിപ്പോ 52 മണിക്കൂർ ഓലപ്പാമ്പ് കാണിച്ച് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തില്ലേ സോണിയാഗാന്ധിയെ? രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തില്ലേ? നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്ത് ജയിലിടാത്തത്? അകത്തിട്ടില്ലല്ലോ. അല്ല, നിങ്ങളുടെ റിജിൽ മാക്കുറ്റിയുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഭയമില്ലെന്നേ. അതെ, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് ഭയമില്ലാതുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ പേരിലാണല്ലോ നിങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പുറത്താക്കിയത്. പാർലമെന്റിനകത്ത് പുറത്താക്കിയില്ലേ? അല്ലെന്നേ, നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് എതിർക്കുന്ന രാഹുൽ ഗാന്ധി നിങ്ങളുടെ ശത്രുവാണ്. അത് വ്യംഗ്യമായി BJPയുടെ നിങ്ങൾ 52 മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ? നിങ്ങളെ അറസ്റ്റിന് ഭയന്ന് അവര് വീട്ടിൽ പോയിരുന്നോ? അവര് വീട്ടിലിരുന്നോ? നിങ്ങൾ പറഞ്ഞ സമയത്ത് അവര് വന്നില്ലേ? 52 മണിക്കൂർ നിങ്ങൾ ED എന്ന് പറയുന്ന ED മോർച്ചയുടെ മുന്നിൽ വന്നിരുന്നില്ലേ? അവര് വീഴുന്നില്ലേ? ചോദ്യം ചെയ്യാൻ വിധേയമായില്ലേ? അവര് ഭയപ്പെട്ടു പോയോ? അവര് ഭയപ്പെട്ടു പോയോ? നിങ്ങൾ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ? നിങ്ങൾ ചെയ്തത് ഇനിയും ചോദ്യം ചെയ്യും. നിങ്ങളുടെ ED ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള നീക്കമൊന്നും അല്ല എന്നാണ് കൃഷ്ണദാസ് പറയുന്നത്. ഒരു പരിധി വരെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് കോൺഗ്രസിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യ ബ്ലോക്കിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആക്ഷേപം അവർ BJPയുടെ B ടീമാണ്, പല നയങ്ങളിലും BJPയുടെ നയമാണ്, അതുകൊണ്ടാണ് അവരെ ഒന്നും ഉപദ്രവിക്കാത്തതെന്നായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവം നേരിടുന്നത് ആം ആദ്മി പാർട്ടിയാണെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടിയുടെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്യുക എന്നൊരു നയം BJPക്ക് ഉണ്ടെന്ന് ആരോപിക്കാവോ? അജിംസ്, ആ ചോദ്യത്തിന് ഞാൻ ഇന്ത്യ സഖ്യത്തിൽ ഇരുന്നുകൊണ്ടാണ്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും ഒക്കെ സഖ്യകക്ഷിയായിട്ട് ഇരുന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. പിന്നെ അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിലും നമ്മളിപ്പോ BJPയുടെ ജയിലിൽ പോയാന് മനീഷ് സിസോടൊപ്പം പോയാനില്ലേ? ഷൈബു തുടരൂ പ്ലീസ്. തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ച് എന്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നവർ പറയുമെങ്കിലും കോൺഗ്രസ് മുക്ത ഭാരതം അവരുടെ ലക്ഷ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഭീഷണിയല്ലാത്ത ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. പക്ഷേ അതുപോട്ടെ, ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളൊരു ഇലക്ഷൻ സമയത്താണ്, ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആരെയൊക്കെയാണോ BJP ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ ചില അവരെ ഭീഷണിയായി കണ്ടിട്ട് തന്നെയാണ്. ആരെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ ഭീഷണിയെ കണ്ടെത്താണ്. അവിടെ ഡൽഹിയിൽ തീർച്ചയായിട്ടും AP ഒരു ഭീഷണിയാണ്. അത് ഡൽഹിയിൽ മാത്രമല്ല, ആം ആദ്മി പാർട്ടി, ഞാൻ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടിരുന്ന് പാർട്ടിയെ പൊക്കി പറയുകയല്ല, മറിച്ച്
ദേശീയ തലത്തിൽ നമ്മളിപ്പോൾ BJP ഉണ്ട്, കോൺഗ്രസ് പാർട്ടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ നാളെ ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷെ സ്റ്റാറ്റസിനപ്പുറം, സാങ്കേതികമായ ഒരു സ്റ്റാറ്റസിനപ്പുറം എല്ലാ ജനങ്ങളെയും ഒരുപോലെ അഡ്രസ് ചെയ്യുന്ന, ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു ജാതി സമൂഹത്തെ മാത്രമല്ല. ഇപ്പം നമ്മള് BSPയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ ഒക്കെ എടുത്താൽ അവരങ്ങനെയാണ്, ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ പൊതുവിൽ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ളത് ഇപ്പം AAP ആണ്. അപ്പൊ AAP ഇപ്പോ വളർന്നു വരികയാണ്. അപ്പം മാത്രമല്ല, ഞങ്ങൾ ഗുജറാത്തിൽ കണ്ടല്ലോ, ഗുജറാത്തിൽ ഞങ്ങൾക്ക് 13% വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചു. ഞങ്ങൾക്ക് 5 MLA-മാരുണ്ട്. അവിടെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഭിന്നിച്ചു പോയതുകൊണ്ടാണ് BJPക്ക് വീണ്ടും അധികാരം കിട്ടിയത് ആക്ച്വലി. അപ്പോ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ഭാവിയിൽ BJP ഭീഷണിയായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിനൊരു സംശയവുമില്ല. അത് ഹിന്ദി ബെൽറ്റിലെ കാര്യം പറയുന്നത്, സൗത്ത് ഇന്ത്യയിലല്ല. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഇപ്പോഴും ഒരു ഭീഷണി, BJPക്ക് ഒരു സാധ്യതയുമില്ല. സൗത്ത് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും BJPക്ക് ഭീഷണി തന്നെയാണ്. പക്ഷേ BJPയുടെ ഹൃദയഭൂമിയായ ഹിന്ദി ബെൽറ്റിൽ BJPയുടെ എല്ലാവിധ അജണ്ടകളും കൃത്യമായി വർക്ക് ചെയ്യുന്ന ഹിന്ദി ബെൽറ്റിൽ ആ അജണ്ടകളെ വളരെ പ്രിസൈസായി കൃത്യമായി നേരിടുക. നിങ്ങൾ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ആരോപണം, ഇപ്പോ പിന്നെ മൃദു ഹിന്ദുത്വം എന്നോ BJP B ടീം എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു സമീപനം, BJP തുറന്നു വെക്കുന്ന അജണ്ടകളുടെ പുറകെ പോകാതെ അതിനെ ഡോഡ്ജ് ചെയ്യുക, മറ്റു വഴികളിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ചർച്ച തിരിച്ചു വിടുക എന്നുള്ളത്. അപ്പം ഏറ്റവും ഇഫക്റ്റീവായി BJP ഹിന്ദി മേഖലയിൽ നേരിട്ടിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പൊ തന്നെ ഒരു ത്രിഷോൾഡിലാണ്. ഇപ്പം നിങ്ങൾ ഗുജറാത്തിൽ നോക്കുക, ഞങ്ങളിപ്പോ ഇത്തവണ ഹരിയാനയിൽ മത്സരിക്കുന്നുണ്ട് ഒരു സീറ്റിൽ. അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഇതിനിടയ്ക്ക് പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. അടുത്ത ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. അപ്പം BJP ആം ആദ്മി പാർട്ടിയെ ഒരു ത്രെട്ടായി കാണുന്നു. അതേസമയം മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളെയും, ഇന്ന് നിലവിൽ AAP-യേക്കാൾ സീറ്റ് കൂടുതലുള്ള പല പൊളിറ്റിക്കൽ പാർട്ടികളെയും BJP ഒരു ഫ്യൂച്ചർ ത്രെട്ടായി കാണുന്നില്ല. കാരണം ആ പാർട്ടികളുടെ ഗ്രാഫ് താഴേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ശരി, ശ്രീ നവനീത്, ഇവിടെ എത്ര നാൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ED-യുടെ കേസിൻ്റെ കൺവിക്ഷൻ റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 0 താഴെയാണ് അവരുടെ കൺവിക്ഷൻ റേറ്റ്. കേസെടുക്കുക, കുറച്ചാൾ ജയിലിലിടുക, പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുക. ഇതുകൊണ്ട് BJP എന്താണ് ഉദ്ദേശിക്കുന്നത്? അജിംസ്, അതിനു മുമ്പ് ഞാൻ BJP-യുടെ ബഹുമാനപ്പെട്ട പ്രതിനിധിയോട് പറയുന്നത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ മുക്ത ഒരു പ്രതിപക്ഷ മുക്ത, ഒരു പാർട്ടി മുക്ത എന്ന് പറയുന്നത് മറ്റേ പാർട്ടിയെ ജയിപ്പിച്ചു കൊടുക്കണമെന്നല്ല. 1980 BJP ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം ഇനി മുക്തമാക്കിയിട്ടാണ് വലുതാക്കേണ്ടതെന്നുള്ള ബാധ്യതയൊന്നും BJPക്കില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മറ്റൊരു പാർട്ടിയെ മുക്തമാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെ അവരുടെ ലക്ഷ്യമാണ്. അത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഇപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റു പാർട്ടിക്കാർ BJP-യെ ബാക്കി എല്ലാവരും കൂടെ ജയിപ്പിച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലില്ല. ഒരു പാർട്ടിയെയും നമ്മൾ മുക്തമാക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും മത്സരിക്കാൻ ജനങ്ങൾ കൊടുക്കട്ടെ. എല്ലാ ഐഡിയോളജിയും നിലനിൽക്കട്ടെ, അതിന് ജനങ്ങൾക്ക് ഏതാണ് വേണ്ടെന്ന് എടുക്കട്ടെ എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഫോർമുല. അതിനെയാണ് ഞാൻ എതിർത്തത്. അവരുടെ മുദ്രാവാക്യം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരാൾ, എന്ന് ചിന്തിക്കുന്ന ഒരാൾ ജനാധിപത്യവാദിയല്ല. അയാൾക്ക് ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. അത് കോൺഗ്രസ് മുക്തം എന്ന് പറയും. നാളെ ഒരു കോൺഗ്രസ്സുകാരൻ വന്ന് BJP മുക്ത ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യമില്ല. BJP എന്ന് പറയുന്ന ഐഡിയോളജി ഉള്ളവർ അവിടെ നിൽക്കട്ടെ, ജനാധിപത്യപരമായി നേരിടണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് ഞാൻ ഇവിടുത്തെ ചോദിച്ചത്, BJP പ്രവർത്തകരായാലും BJP-യുടെ അണികളായാലും നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ ചിദംബരത്തിനെതിരെ കേസെടുത്ത് നിങ്ങളുടെ നേതാക്കൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ നേതാക്കളെടുത്ത് നമ്മളെ കൊണ്ട് ഇത്രയും വർഷം ചിദംബരത്തിനും സോണിയാഗാന്ധിയുടെ മരുമകനുമെതിരെ ഇത്രയും അഴിമതി ആരോപണം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നേതാവെ 10 വർഷം ഇരുന്നിട്ട് ഇവർക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ നിങ്ങൾക്കായില്ലല്ലോ എന്ന് BJP-യുടെ അണികളാണ് ചോദിക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ BJP വന്ന് ന്യായീകരിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? ചിദംബരത്തിന് 105 ദിവസത്തെ എന്ത് ചാർജ് ഷീറ്റ് എവിടെ? ചാർജ് ഷീറ്റ് ഇല്ല. ഈ 10 വർഷം കാണിച്ചത് കേന്ദ്ര ഏജൻസി കാണിച്ചത് കേവലം ഓലപ്പാമ്പ് മാത്രമാണോ എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം. കാരണം കുറെ കൂടി സീരിയസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഏജൻസികളുടെ നോട്ടീസും അറസ്റ്റും എല്ലാം നാം കഴിഞ്ഞ ജനുവരി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ നവനീത് മുകുന്ദൻ, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഷൈബു മഠത്തിൽ, റിജിൽ മാഖുരി ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.